കോളേജിൽ കെട്ടി തൂങ്ങിച്ചത്ത ഏതോ ഒരു കുട്ടിയുടെ കാര്യം 52 students. 52 students committed suicide in the very same campus in the last 10 years, Your Honor. 52 ഒറ്റപ്പെട്ട സംഭവങ്ങൾ, മിസ്റ്റർ അയ്യർ. ഓരോ വർഷവും അതിർത്തിയിൽ കൊല്ലപ്പെടുന്ന ജവാന്മാരെക്കാൾ കൂടുതൽ ജീവനുകൾ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാതെയാകുന്നു. ഇല്ലാതെയാക്കുന്നു. ആര്? കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് സാധാരണ ഒരു മരണമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. കാരണം പല തവണയായിട്ട് ഒരാളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക എന്ന് നമ്മൾ പറയും. നേരിട്ട് കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ ജാതീയ അധിക്ഷേപങ്ങളും കളറിന്റെ കാര്യങ്ങളും വീട്ടിലെ അപ്പന്റെ ജോലിയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അമ്മയുടെ സർജറിയുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരാളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുക, ഇൻസൾട്ട് ചെയ്യുക, അവരെ കുട്ടികളെ മാനസികമായിട്ട് തകർക്കുക. അപ്പൊ ഇത് ചിലപ്പം ചിലർക്കൊരു ഹോബി ആയിരിക്കാം, ഇതിലൂടെ അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കാം, ഇതവർക്കൊരു ഹരമായിരിക്കും. ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പഠിച്ചു വളരുമ്പോൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇത് അവര് കാണിക്കാൻ പറ്റാത്തടത്ത്, മീൻസ് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കാണിക്കുന്നു. അപ്പൊ അവരുടെ ഏരിയയിൽ കാണിക്കുന്നു. പുറത്ത് ചിലപ്പോൾ അവരിങ്ങനെ ആയിരിക്കത്തില്ല ബിഹേവ് ചെയ്യുന്നത്. ഈ കോളേജിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇവരിങ്ങനെ കാണിക്കുന്നത്. കാരണം അവിടെ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്റർണൽ മാർക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, എക്സാം എഴുതിപ്പിക്കത്തില്ല. അങ്ങനെ പല കാരണങ്ങൾ ഇവർ കണ്ടെത്തും. ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞ ഉള്ള സൂയിസൈഡ് ഇത് ആദ്യമായിട്ടല്ല നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത്. എത്രയൊക്കെ സംഭവിച്ചാലും ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഈ വിദ്യാഭ്യാസ മന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പോ ഇതിലൊന്നും ഇടപെടുന്നില്ല. കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇതുപോലുള്ള കംപ്ലൈന്റ് ബോക്സോ കംപ്ലൈന്റ് സെല്ലോ അവർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും ഈ പിള്ളേർക്ക് ആരെയെങ്കിലും ഒക്കെ കംപ്ലൈൻറ്റ്സ് അറിയിക്കാനുള്ള ഒരു മാർഗം, എന്തെങ്കിലും ഒരു മാർഗം ഇവർ അറേഞ്ച് ചെയ്യേണ്ടതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ മരണമായി? കുറെ പേര് വീഡിയോ വെച്ച് കൊടുക്കുന്നു, അത് ചെയ്യാമെന്ന് പറയുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഇത് എന്തൊക്കെ ചെയ്താലും അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മോനെയാണ്, ഭാവിയിൽ ഒരു ഡോക്ടറിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇനിയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. സർ പ്ലീസ് സർ, ഒരുപാട് കഷ്ടപ്പെട്ട സർ ഞാൻ ഇവിടെ വരെ എത്തിയത്. എവിടെ വരെ? സി വിദ്യ, റിസർച്ച് ഈസ് അബൌട്ട് ക്വാളിറ്റി. അതെങ്ങനാ പാടത്തും പറമ്പിലും കുപ്പത്തൊട്ടിയിലൊക്കെ പണിയെടുക്കുന്നവരോട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ അനുസരിക്കുക എന്നുള്ളതാ, ജസ്റ്റ് ഒബേ. അതെങ്ങനാ കണ്ടവന്റെ കക്കൂസ് കഴുകുന്നവർക്കൊക്കെ ഓരോ പേരും പറഞ്ഞ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നവരാണ് ആദ്യം പറയാം. നിനക്ക് ഡീനോട് കംപ്ലൈന്റ് ചെയ്യണം, ഗോ ഹെഡ്. നീ എന്ന് വിചാരിച്ച ഇവിടെ ഒരു ചുക്കും നടക്കില്ല. നീയൊക്കെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്റെ ഒപ്പ് വേണം, ഓക്കെ? ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ. പോയി കണ്ണാടി നോക്കടി.